എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അനഫൈലാക്സിസ് എന്നൊരു അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അനഫൈലാക്സിസ്? അനഫൈലാക്സിസ് എന്ന് പറയുന്നത് അലർജിയുടെ ഒരു സിവിയർ ഫോമാണ്. നമ്മുടെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ലൈഫിന് നമ്മൾ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് അനഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഇതൊരു അസുഖമല്ല, ഇതൊരു അവസ്ഥയാണ്. പക്ഷേ നമ്മൾ പലർക്കും ഇത് അനഫൈലാക്സിസ് എന്താണെന്നറിയില്ല. നമ്മൾ ഒത്തിരി ന്യൂസ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇതുപോലെ അനഫൈലാക്സിസ് ഒന്നും പറയില്ല, അലർജി വന്ന് ആൾക്കാർ മരിച്ചു പോകുന്നു. ചെമ്മീൻ കഴിച്ചു മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം സംഭവിക്കുന്നതെന്നുള്ളത് പല ഡോക്ടേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ പല ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത് വന്ന ഒരാളുടെ അനുഭവം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പം ഇതിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു അനുഭവം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ട് ഇപ്പം ഈ ഒരു അവസ്ഥ ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മരണം അടുത്ത് കണ്ട ഒരു സമയം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇത് കണ്ട് ഒരു ഉപകാരമാവുമെങ്കിൽ, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ ഇനിയും കഴിക്കാം, അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ചിന്തയിലാണ് ആൾക്കാർ പിന്നെയും പോയി ഈ ഫുഡ് തന്നെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ട്രിഗർ ഉണ്ടാക്കുന്ന ഫുഡെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതേ അവസ്ഥ വീണ്ടും നമുക്ക് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മളെ ബോഡി കാണിക്കുക എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇതിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ഈ ഒരു അവസ്ഥ എനിക്ക് വന്നു, അതിന് ശേഷം ഉണ്ടായില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ ഉണ്ടായി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വഞ്ചൂർ കോർട്ടിൽ ഒരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ല, ഒന്നുമില്ല. ഞാൻ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അന്ന് ഇച്ചിരി വെയിൽ കൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഇത് വരാമെന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. ഇൻസെക്റ്റ് ബൈറ്റ് കൊണ്ട് വരാം, ചില ഫുഡ് അലർജി ആയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ വെയിൽ കൊണ്ടു എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോഡി കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ വരുന്നു എന്നും ഡോക്ടേഴ്സ് തന്നെയാണ് എന്നോടത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയാൻ കാരണം നമ്മൾ ചില ഫുഡ് കഴിച്ചാൽ മാത്രമേ ഇത് വരുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ചിലപ്പം നമുക്ക് പൂമ്പൊടി കൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോഴും എൻ്റെ കാര്യത്തിൽ വ്യക്തമല്ല എന്താണെന്നുള്ളത്. നമ്മളിപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടിപ്പം കിട്ടിയത് ഗ്ലൂട്ടൻ അലർജി എന്നാണ്. ഇതെല്ലാം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. എന്താ സംഭവിച്ചത് വെച്ചാൽ അന്നത്തെ ദിവസം ഇച്ചിരി വെയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ചെറുതായിട്ടിങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഇതിന് മുന്നേ നമുക്ക് ഒരു 2 വർഷത്തിന് മുന്നേ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് സെട്രിസിൻ അന്ന് ടെക്സിൻ എന്നൊരു ടാബ്ലറ്റ് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും വെക്കാറുണ്ടായിരുന്നു. അത് എന്ത് കഴിച്ചിട്ടാണ് വന്നത്, ഒരു ഫുഡ് അലർജി ആയിട്ടല്ല എനിക്ക് വന്നിട്ടുള്ളത്. എൻ്റെ ബോഡി ആ സമയത്തൊക്കെ ഒരു ഇച്ചിരി സ്ട്രെയിൻ ചെയ്ത സമയത്തൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതായത് കുറച്ച് വെയിൽ കൊണ്ട് ഒരുപാട് വിയർത്തു, കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് 2 തവണ അങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷെ അതാണെന്നും ഇപ്പോഴും കൺഫേം അല്ല. എന്തായാലും ഞാൻ ഇങ്ങനെ കോടതിയിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ആ വിയർത്ത് കുറച്ചിങ്ങനെ ചൊറിയുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണം അപ്പോൾ എനിക്കിങ്ങനെ ചെറുതായൊരു ചൊറിച്ചിൽ നേരത്തെ ഒരു ചൊറിയുന്നു എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന, ആകെ ഒരു ഇറിറ്റേഷനാണ്. അപ്പം വല്ലാണ്ട് വിയർത്ത് ഒഴുകുന്നുണ്ട്. അത് ആ ഒരു നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പോലും നമുക്കത് മാറാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ചിട്ട് വന്നോളാം. അപ്പോൾ എനിക്ക് സെട്രിസിൻ ടാബ്ലറ്റ് എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഈ ഒരു ടാബ്ലറ്റും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങനൊരു സിവിയർ ഫോമിലോട്ട് പോകും എന്നുള്ളൊരു അറിവുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ മരുന്ന് വാങ്ങി കഴിച്ച് വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരടി കാല് മുന്നോട്ടെടുത്ത് വെച്ചപ്പോഴത്തേക്കും ഞാനങ്ങ്
വീണ് പോകുന്നൊരവസ്ഥയായി. തലയൊക്കെ ഭയങ്കര വെയിറ്റ് തോന്നുകയാണ്, എൻ്റെ കണ്ണൊക്കെ മങ്ങുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗ്സ് പറഞ്ഞു നമുക്ക് വീട്ടിൽ കൊണ്ടാക്കി തരാം, ഇന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. എന്നാലും ഈ സെട്രസിൻ ടാബ്ലറ്റ് ഒന്ന് വാങ്ങിക്കണം, കഴിച്ചാൽ ഞാൻ ഓക്കെ ആവും തന്നെയാണ് എനിക്ക് അപ്പോഴും തോന്നുന്നത്. കാരണം എൻ്റെ ദേഹം മുഴുവൻ ആ സമയം കൊണ്ട് വല്ലാണ്ട് ചൊറിഞ്ഞ് തടിച്ചു, പ്രത്യേകിച്ച് മുഖത്തെല്ലാം ഒത്തിരി റാഷസും കാര്യം ആ സമയം കൊണ്ട് വന്നു. പിന്നെ നമ്മൾ ഷിവറിങ് പോലെ, ബോഡിയെല്ലാം ഷിവർ ചെയ്യുന്ന പോലെ. ഞാനിതൊക്കെ പറയാൻ കാരണം വെച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ നമ്മൾ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ വരുന്ന പോലെ അങ്ങനെ വന്നു. പിന്നെ വൊമിറ്റ് ചെയ്യാനുള്ള നോസിയ, നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ശരീരമൊക്കെ ആകെ തളരാണ്. ഒരിച്ചിരി ഒന്നും നമ്മൾ ഒന്നും കാലെടുത്ത് വെച്ച് 2-3 സ്റ്റെപ്പ് നടന്നപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് മുഴുവൻ മങ്ങി. നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്തെത്തിയിരുന്നു, ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൻ്റെ അടുത്തെത്തി. അവിടെ എന്നെ ഇരുത്തി എൻ്റെ കൂടെയുള്ള ആൾ പോയി മരുന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം കണ്ണ് കാണുന്നില്ല, നിന്ന നിപ്പിൽ എനിക്ക് കണ്ണ് കാണാതായി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നത് കണ്ണ് മങ്ങിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ BP ഒത്തിരി ഡൗൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോഴും ഇങ്ങനെ ഒരു അലർജി ആണെന്നോ അനഫൈലാക്സിസ് ആണെന്നോ അങ്ങനെ ഒന്നും നമുക്കറിയാത്തൊരു അവസ്ഥയാണ്. എന്നാലും അൺകോൺഷ്യസ് ആവുന്നതിന് മുന്നേ ഈ ടാബ്ലറ്റ് ഒന്ന് വായിലിട്ടിരുന്നു. പക്ഷേ പറയുന്നത് ആ ടൈമിൽ നമ്മൾ വെള്ളമൊന്നും കുടിക്കരുത്, നമ്മൾ ശരിക്കും നടക്കാൻ പാടില്ല എന്നാണ് പറയുക. നമ്മൾ അനഫൈലാക്സിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തറയിൽ അങ്ങ് കിടന്നോണം ആ ഒരു ആംബുലൻസ് വിളിക്കുന്ന ആ ഒരു ടൈം വരെ. പക്ഷെ അതൊന്നും നമുക്ക് അന്ന് അറിയില്ല. ഇച്ചിരി നടന്നിട്ടുണ്ട്. അതായത് ഏകദേശം എല്ലാം കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയിലാണ് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ, ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തുന്ന ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ഓക്സിജൻ ലെവലൊക്കെ ഒത്തിരി താഴ്ന്ന്, നമുക്കറിയാം നമ്മൾ തീരാറായി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഞാനത് ഫേസ് ചെയ്തതാണ്. നമ്മൾ ഒന്നും ചെയ്യാനില്ല ഇനി എന്നുള്ള അവസ്ഥ നമുക്ക് തന്നെ തോന്നി തുടങ്ങും. ആ സമയം കൊണ്ട് ഈ റാഷസ് മൊത്തം ഇരിക്കുകയാണ്, ബോഡി മൊത്തം. പിന്നെ ഈ റാഷസ് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് താഴ്ന്നു പോവുകയും ചെയ്യും. നമുക്ക് ചിലപ്പം ഡോക്ടേഴ്സിൻ്റെ ഇപ്പം നേരത്തെ എനിക്കിത് വന്നിരുന്നതല്ല. അപ്പം അന്നേരം ചെറുതായിട്ടൊരു ചൊറിച്ചിൽ പോലെ ഫീൽ ചെയ്യും, ചെറുതായിട്ട് ചുമന്ന് വരും. പക്ഷേ ഇത് ഡോക്ടേഴ്സിനെ നമുക്ക് കാണിക്കാൻ പോലും പറ്റില്ല. ചില സമയത്തൊക്കെ ഞാൻ ഡോക്ടേഴ്സിന് ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട്. എല്ലാ ബ്ലഡ് ടെസ്റ്റും വന്ന് ചെയ്താണ് അർട്ടിക്കേരിയ ആണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഒരു ബ്ലഡ് ടെസ്റ്റിലും എനിക്കിങ്ങനെ ഒരു എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഇതിലായപ്പോഴത്തേക്ക് എനിക്ക് നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയിട്ടില്ല. ഇതിന് മുൻപ് 1 ഇയർ മുൻപ് നമ്മൾ നന്നായി ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രാത്രിയിൽ ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ അന്നും ഇങ്ങനെ മരിച്ചു പോകുന്നൊരു ഫീൽ ചെയ്യുന്നത്. അന്നും ഇത് അറിയില്ല, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും അറിയാതെ ഈ ടെക്സിനെടുത്ത് കഴിച്ച് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. അന്നും ഞാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇത്തവണ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ സ്ഥിതി മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവർ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് ഞാൻ ആ ഡോക്ടറോട് എന്നും കടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഈ ഡോക്ടർ എനിക്ക് അഡ്രിനാലിൽ നിന്നുള്ള ഒരു ഇഞ്ചക്ഷനാണ് തന്നത്. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമുക്കറിയാം അലർജിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവിൽ ഇഞ്ചക്ഷനാണ് തരുന്നത്. അപ്പോൾ അവിലാവും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ടൈം നമുക്ക് കിട്ടില്ല. ഈ ഒരു അനഫൈലാക്സിസ് എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ്സ് കൊണ്ടാണ് ഇത്രയും സംഭവിക്കുന്നത്. അപ്പോൾ അഡ്രിനാൽ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂട്ടാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇഞ്ചക്ഷനാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ വലിയ അറിവില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവ് അങ്ങനെയാണ്. അപ്പം ഈ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ തന്നു. പിന്നെ അവരുടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇത്തിരി ഓക്കെ ആയി. കാരണം പക്ഷേ അപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്ത് പുറകിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ കയറിട്ട് വലിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. അത് ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ പറയാൻ, എനിക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അവർ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ ഇങ്ങനെ കുമിളകൾ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊണ്ട അവിടെ എല്ലാം പ്രശ്നമായിട്ടുണ്ട്. എനിക്കാകെ പിന്നെ ഈ ഒരു ഭാഗമൊക്കെ തളർന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം അത് BP എല്ലാം ഡൗൺ ആയി പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ പറ്റിയത്. പിന്നെ ഓക്സിജൻ ലെവൽ റെഡി ആവാനൊക്കെ ഒത്തിരി ടൈം എടുത്തു. പിന്നെ അവർ ICU കെയർ, നമ്മൾ എപ്പോഴും അനഫൈലാക്സിസ് വന്ന ഒരു പേഷ്യൻറ്റിന് ICU കെയർ അത്യാവശ്യമാണ്. അപ്പോൾ അന്ന് എനിക്കതറിയില്ല എന്തിനാണ് എന്നെ ICUലോട്ട് മാറ്റുന്നത്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ പറഞ്ഞു ഇല്ല, നെക്സ്റ്റ് ഒരു അറ്റാക്ക് കൂടി വരാൻ ചാൻസ് ഉണ്ട്, അപ്പോഴത്തേക്ക് നമ്മൾ ICU കെയർ തന്നെ വേണം. നേരെ കിംസ് ഹോസ്പിറ്റലിലോട്ടാണ് ഞങ്ങൾ ആംബുലൻസിൽ പോയി. ആംബുലൻസിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അവിടെ ഈ ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും നമ്മൾ മരിച്ചു പോകുന്നു തോന്നുന്നൊരവസ്ഥ തന്നെ. പിന്നെ ഇവിടെ നിന്നുള്ള ഡോക്ടർ എല്ലാ കാര്യങ്ങളും ഒരു വോയിസ് ആയിട്ട്
ഒരു ഇട്ട് ആ കാര്യങ്ങൾ അവിടെ കേൾപ്പിച്ച് പെട്ടെന്ന് തന്നെ ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ വീണ്ടും അഡ്രിനാലിൻ തന്നു. പിന്നെ ICUലോട്ട് മാറ്റി. രാത്രി ഇതെല്ലാം സമയത്ത് രാവിലെ 10:30ക്കാണ് ഇതെനിക്ക് ആദ്യം തുടങ്ങുന്നത്. ഇതിപ്പം കിംസിൽ എത്തുമ്പോൾ ഒരു മണിക്കുള്ളിൽ നമ്മൾ കിംസിൽ എത്തിയിട്ടുണ്ട്. 1 മണിയല്ല 12 ആ ഒരു ടൈമിൽ. അപ്പോഴത്തേക്കും ഞാൻ മൊത്തം വീക്കായി എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ടൈം കൊണ്ട് രാവിലെ വളരെ ആരോഗ്യത്തോടെ ഞാനതാണ് പറഞ്ഞു വന്നത്. ഒരു ലക്ഷണവും നമ്മളെ ബോഡി കാണിക്കില്ല. എന്ത് ഫുഡ് കഴിച്ചിട്ടൊരു 3 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ചപ്പാത്തിയാണ്. അന്ന് എനിക്ക് വന്ന റിസൾട്ടും, അതായത് ഫുഡ് പാനൽ ടെസ്റ്റ് ചെയ്ത് 2 വീക്സ് കഴിയും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. 2 വീക്സ് അല്ല, 1.5 വീക്സ് അത്ര ആ സമയം എടുത്തിരുന്നു. അപ്പം അന്ന് തന്നെ നമ്മൾ ആ ടെസ്റ്റിന് കൊടുത്തു. അവിടെ പോയി ഫുഡ് പാനൽ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്ലൂട്ടൻ അലർജി എന്നാണ് എനിക്ക് റിസൾട്ട് വന്നത്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കും ഇത്രയും കാലം, അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ്, എന്നും കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ പോലും നമുക്കിത് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ബാക്കി മെഡിക്കൽ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ മൊത്തം റാഷസ് വരിക, നമ്മളെ തല ഒരു വെയിറ്റ് പോലെ തോന്നുക, അതുപോലെ നമുക്ക് ശരീരമൊക്കെ തണുത്ത് വരയ്ക്കുന്ന പോലെ തോന്നുക, BP ഡൗൺ ആവുന്നൊരവസ്ഥ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ തന്നെ ഒന്നും നോക്കി നിൽക്കരുത്. അവിൽ ഇഞ്ചക്ഷനിലോ അവിൽ ടാബ്ലറ്റ് എടുത്തിട്ടോ മാറുമെന്ന് വിചാരിക്കരുത്. ദയവ് ചെയ്ത് ആ ഒരു ടൈം കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി അഡ്രിനാലിനാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും അന്ന് രാത്രി 11:45 ആയപ്പം വീണ്ടും എനിക്ക് ബുദ്ധിമുട്ട് ICU ഉണ്ടായി. അങ്ങനെ അവർ വീണ്ടും ഓക്സിജനൊക്കെ തന്ന് അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഓക്കെ ആയി. 4 ദിവസം ICUലായിരുന്നു. തിരിച്ച് വാർഡിലോട്ട് മാറ്റി വീണ്ടും ഒരു 4-5 ദിവസം അവിടെ കിടന്നു. അങ്ങനെ വീട്ടിലോട്ട് വന്നു. പക്ഷെ ഒരുപാട് ദിവസം ഈ കഴിച്ച സ്റ്റിറോയിഡിൻ്റെയും പിന്നെ ഇത് വന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട് നമുക്ക്. നമ്മൾ കടന്നുപോയൊരവസ്ഥ, നമ്മൾ എപ്പോഴാണ് മരിച്ചു പോകാമെന്നുള്ള ആ ഒരു പേടി, ഇതെല്ലാം മാറിയെടുക്കാൻ എനിക്കൊരു 2 മന്ത്സിനടുത്ത് സമയമെടുത്തു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും. പക്ഷെ അതിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഭയങ്കര സ്കെയർഡായിരുന്നു. നമ്മൾ ഒത്തിരി പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണിത്. കാരണം നമുക്ക് എപ്പോഴാണ് ഇത് വരുന്നതെന്ന് വലിയ പിടിയില്ല, എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, ഒരു ലക്ഷണവും ബോഡി കാണിക്കില്ല. പക്ഷേ എന്നാലും നമുക്ക് കിട്ടുന്നൊരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ എപ്പിനെഫ്രിൻ ഇഞ്ചക്ഷനാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് നാട്ടിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്കത് അഡ്രിനാലിൻ ഓട്ടോ ഇഞ്ചക്ടറാണ്. നമ്മൾ ഇൻസുലിനൊക്കെ പോലെ കയ്യിൽ വെച്ച് നമുക്ക് എന്നും നമ്മൾ ജീവൻ രക്ഷാ മരുന്നാണ്. ഇത് നമ്മൾ കയ്യിൽ വെച്ച് എന്നും കൊണ്ടു നടക്കുക തന്നെ വേണം. ഇപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കോടതിയിലൊക്കെ പോകുന്നത്. കാരണം നമുക്കിത് വന്നു കഴിഞ്ഞാൽ, നമുക്ക് വന്നെന്ന് പറഞ്ഞാൽ സിവിയർ കണ്ടീഷൻ ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സെട്രിസിനിലൊക്കെ നിൽക്കും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ. പക്ഷേ ഒരു തവണ അനഫൈലാക്സിസ് വന്ന ഒരാളാണെങ്കിൽ രണ്ടാമത്തെ തവണ വരുമ്പോൾ കുറച്ചുകൂടി സിവിയർ ആയിട്ടാണ് വരിക എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഈ ഒരു സംഭവം നമ്മൾ കയ്യിൽ വെക്കുക. 1-2 എണ്ണം, എനിക്കൊരു 4 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു ടൈം കിട്ടാൻ, നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ അഡ്രിനാലിൻ ഓട്ടോ ഇഞ്ചക്ടർ. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡോക്ടർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ആർക്കെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട്, ഞാൻ പിന്നീട് പലരോട് സംസാരിച്ചപ്പം പലർക്കും ഇങ്ങനെ ചില ഫുഡൊക്കെ കഴിച്ചപ്പം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവിൽ ഇഞ്ചക്ഷനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമുക്ക് അവിൽ ഇഞ്ചക്ഷൻ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചൊന്നും വരില്ല. അപ്പോൾ അഡ്രിനാലിനാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു മെഡിസിൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായെന്നുള്ള, ചെറിയൊരു അലർജി പ്രോബ്ലം എന്ന് മാത്രം പറയാതെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ആ ഒരു കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് കറക്റ്റ് പറയുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രിഗർ ഉണ്ടാക്കുന്ന ഇതുപോലെ ഇപ്പം ഗ്ലൂട്ടനുള്ള ഫുഡെല്ലാം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് പല ഡ്രഗ്സും ഇപ്പോൾ അലർജിയായി തുടങ്ങിയിട്ടുണ്ട്. അതായത് മരുന്നുകൾ അലർജി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊടി ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. നേരത്തെ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഇത്രയൊന്നും ബുദ്ധിമുട്ട് എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്താണ് ഇപ്പോൾ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പേടിപ്പിക്കുന്ന ഒരു അനുഭവമല്ലേ, ടെൻഷനല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ ലൈഫാണ്, നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. ഇതിപ്പം വന്നതുകൊണ്ട് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഡ്രിനാലിൻ ഓട്ടോ ഇഞ്ചക്ടർ കയ്യിൽ വെക്കുക, ട്രിഗർ ഉണ്ടാക്കുന്ന ഫുഡുകൾ ഒഴിവാക്കുക, അലർജി ടാബ്ലറ്റ്സ് ഡോക്ടേഴ്സ് പറയുന്ന അത്രയും ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നവർ ഇനി ഇത് ശ്രദ്ധിക്കുക.
ആ ഒരു മെസ്സേജ് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക്സ്.